മോൾക്ക് സങ്കടമുണ്ടോ അച്ഛൻ ഇത്ര പെട്ടെന്നൊരു വിവാഹാലോചന കൊണ്ടുവന്നതിൽ? അവരുടെ രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന എന്നെ നേരെ തിരിഞ്ഞ് അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, എന്നായാലും വേണ്ടേ? അതിത്തിരി നേരത്തെയായെന്ന് വിചാരിക്കാം, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും മനസ്സിൽ ആ ഒരുവൻ്റെ മുഖം മാത്രം തെളിമയോടെ നിന്നു. എന്താണെന്നറിയില്ല, ആളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നു. എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടും. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അമ്പലത്തിലെത്തി പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ തെളിഞ്ഞത് ആ മുഖമാണ്. അതിൻ്റെ പ്രതിഫലമായി മുഖത്ത് ഒരു പുഞ്ചിരി മുട്ടിട്ടു. അമ്പലത്തിൽ പോയി വന്ന് ഉച്ചയ്ക്കത്തേക്കുള്ളത് റെഡിയാക്കി. എല്ലാം ഉണ്ടാക്കി വെച്ച് അലക്കാനുള്ളത് അലക്കി വിരിച്ചു. അപ്പോഴേക്കും ലയ അകമടിച്ച് തുടച്ച് വൃത്തിയാക്കി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അച്ഛൻ വന്നപ്പോൾ വരുന്നവർക്ക് കൊടുക്കാൻ പലഹാരവുമായാണ് വന്നത്. മോളെ ലച്ചു, ഇതകത്തേക്ക് വെച്ചേക്ക്. അത് തൻ്റെ കയ്യിൽ തന്ന് അച്ഛൻ പറഞ്ഞു. അതിനൊന്നും മൂളി അകത്തേക്ക് നടന്ന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. ഞാൻ ചേച്ചിയോട് നിൻ്റെ ആങ്ങളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വരുമ്പോഴത്തേക്ക്. കഴിച്ചെഴുന്നേക്കുമ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു. ശരി, അമ്മ പറഞ്ഞു. കഴിച്ചെഴുന്നേറ്റ് പാത്രം കഴുകി വന്നപ്പോഴേക്കും അപ്പച്ചി കയറി വരുന്നുണ്ടായിരുന്നു. അപ്പച്ചി കയറിയിരിക്കെ, സോഫ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അച്ഛൻ എവിടെ ലച്ചു? അച്ഛൻ കിടക്കുക അപ്പച്ചി, വിളിക്കാം. അച്ഛനെ വിളിക്കാൻ അകത്തേക്ക് പോയി. അച്ഛ, അപ്പച്ചി വന്നിട്ടുണ്ട്. കിടന്നിരുന്ന അച്ഛൻ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. അതിൻ്റെ കൂടെ തന്നെ അമ്മയും എഴുന്നേറ്റു. ചേച്ചി ഊണ് കഴിച്ചോ? അല്ലെങ്കിൽ എടുക്കാം. വേണ്ട ദേവാ, ഞാൻ കഴിച്ചു. അവർ എപ്പോഴാണ് വരുന്നത്? 4-നെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചി മൂളി. അവരുടെ സംസാരം ശ്രദ്ധിച്ച് അവിടെ അമ്മയുടെ മടിയിൽ തലവെച്ച് നിലത്തിരുന്നു. അമ്മയുടെ മടിയിൽ തലവെച്ച് മയങ്ങുമ്പോൾ അമ്മ തട്ടി വിളിച്ചു. ലിച്ചു, പോയി റെഡിയാവ്, അവരിപ്പോഴെത്തും. സമയം 3 കഴിഞ്ഞു. എഴുന്നേറ്റ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. പോയി മുഖമൊക്കെ കഴുകി അച്ഛൻ്റെ മോള് റെഡിയാവും. അതിന് തലയാട്ടി പിന്നാമ്പുറത്തേക്ക് നടന്നു. മുഖം കഴുകി കയറി വരുമ്പോൾ അപ്പച്ചി അഞ്ചു ചേച്ചിയെയും വീട്ടുകാരെയും കുറിച്ച് വാതോരാതെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല. മുറിയിൽ പോയി ശരത്തേട്ടൻ്റെ നിശ്ചയത്തിനെടുത്ത ധാവണി കയ്യിലെടുത്തു. എന്തോ അതുടുക്കാൻ തോന്നി. ലയ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വിളിച്ചുണർത്തി അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഒരുക്കം കഴിഞ്ഞ് കണ്ണാടിക്ക് മുകളിലിരുന്ന് പൊട്ടും കുത്തി. ചേച്ചി, ദാ ഇതൂടെ വെച്ചോ. തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് മുല്ലപ്പൂവ്. ഇതെവിടുന്നാ? അച്ഛൻ കൊണ്ടുവന്ന അത്രേ. ചേച്ചി കാണാതെ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. ഈ അച്ഛൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് അതും വാങ്ങി തലയിൽ ചൂടി. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലെന്തോ ഒരു സന്തോഷം. പ്രിയപ്പെട്ടതെന്തോ അരികിലെത്തുന്നത് പോലെ. അതും ചിന്തിച്ച് അടുക്കളയിലേക്ക് നടന്നു. അവിടെ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട്. ലയ അച്ഛൻ കൊണ്ടുവന്നത് പ്ലേറ്റുകളിൽ നിരത്തുന്നുണ്ട്. അപ്പച്ചി അപ്പോഴും അഞ്ചു ചേച്ചിയെക്കുറിച്ച് വാതോരാതെ പറയുന്നുണ്ട്. അമ്മയും അച്ഛനും അപ്പച്ചിയോട് ഇതുവരെ ഒന്നും മുഷിഞ്ഞു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിർത്താൻ പറയാനും അമ്മയ്ക്ക് കഴിയില്ല. എൻ്റെ കാര്യം വന്നപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനു മാത്രം എന്താണവോ അഞ്ചു ചേച്ചിക്ക് പ്രത്യേകത? ഇതും ചിന്തിച്ച് അമ്മയ്ക്കടുത്തേക്ക് ചെന്നു. അമ്മ ഇങ്ങോട്ട് നീങ്ങിയേക്ക്, ഞാൻ ഉണ്ടാക്കാം. അമ്മയോട് പറഞ്ഞ് ചായപ്പൊടി ടിൻ കയ്യിൽ വാങ്ങി. വേണ്ട ചേച്ചു, ഞാനുണ്ടാക്കാം. എന്ന് നീ തന്നെയല്ലേ ഉണ്ടാക്കുന്നേ, ഇങ്ങോട്ട് മാറ്, ഡ്രസ്സിലൊക്കെ ആവും. ഇതും പറഞ്ഞ് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ടിൻ വാങ്ങി പൊടിയിടാൻ തുടങ്ങി. ഞാൻ മാറി നിന്നു. ചേച്ചി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ചെക്കൻ കണ്ട ഇന്ന് തന്നെ കൊണ്ടുപോകും, ലയ കളിയാക്കി. കേട്ടല്ലച്ചു, ശരത്തിൻ്റെ പെണ്ണ് എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്താ ഭംഗി. അതിന് പുഞ്ചിരിച്ച് മറുപടിയൊന്നും പറയാൻ പോയില്ല. അപ്പച്ചി അങ്ങനെ പറയുമ്പോഴാണ് മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു സന്തോഷവും അതുപോലെ പരിഭ്രമവും തന്നെ പൊതിയാൻ തുടങ്ങി. ധാവണിത്തുമ്പിൽ വിരൽ ചുഴറ്റി നിന്നു. അവർ വന്നു കേട്ടോ. അമ്മയുടെ ആങ്ങള അടുക്കളയിലേക്ക് വന്നു പറഞ്ഞു. പിന്നാലെ അപ്പച്ചിയും അമ്മയും ലയയും പോയി. വന്നവരോട് ഇരിക്കാൻ പറയുന്നതും വന്നവർ ഇരിക്കുന്നതിൻ്റെതുമായ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. ഭയങ്കര പരവേശം തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നവർ പരിചയപ്പെടുന്നതും ഇവിടെയുള്ളവർ അങ്ങോട്ട് പരിചയപ്പെടുന്നതും കേൾക്കാം. എന്നാ കുട്ടിയെ വിളിക്കാം എന്ന് അവരിലാരോ പറഞ്ഞു. അമ്മയും ലയയും അടുക്കളയിലേക്ക് വന്നു. ലച്ചു, ഈ ചായ പിടിക്കുക. അമ്മ എൻ്റെ കയ്യിൽ ട്രേ തന്നു. എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ പിടിച്ചു. നടക്ക്, അമ്മ പറഞ്ഞു. അമ്മയും ലയയും പിറകെ പലഹാര പാത്രങ്ങളുമായി വന്നു. ദാ ഇതാണ് ചെക്കൻ, ആദ്യം ചെക്കന് കൊടുക്ക്. ചായയുമായി ഹാളിലെത്തിയപ്പോൾ അമ്മാവൻ പറഞ്ഞു. തലയുയർത്താതെ അവിടേക്ക് നടന്ന് ട്രേ നീട്ടി. ചെറുക്കൻ അതിൽ നിന്ന് ചായ എടുത്തപ്പോൾ ആ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഞെട്ടിയതുപോലെ നിവർന്നു നിന്നു. ട്രേ വീഴാൻ പോയപ്പോൾ അത് മുറുക്ക പിടിച്ചു. ഇത്രയും ദിവസം ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ ആളിതാ തൻ്റെ മുന്നിൽ പുഞ്ചിരി തൂകിയിരിക്കുന്നു.
ഇതാണോ അച്ഛൻ പറഞ്ഞ ചെക്കൻ? അതും മനസ്സിൽ പറഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വീണ്ടും പുഞ്ചിരി. വേഗം ബാക്കിയുള്ളവർക്ക് കൂടെ വെള്ളം കൊടുത്തു. ട്രേ മേശയ്ക്ക് മുകളിൽ വെച്ച് മാറി നിന്നു. ലച്ചു മോളെ, ഇത് ശ്രീകാന്ത്. ഇത് ശ്രീകാന്തിൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഏട്ടത്തിയമ്മ. ഇത് അവരുടെ മക്കളും. അച്ഛൻ അവരെ പരിചയപ്പെടുത്തി തന്നു. എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി. അവസാനം നോട്ടം വന്നു നിന്നത് ആ മുഖത്താണ്. അവിടെയും ഒരു പുഞ്ചിരി നൽകി. അപ്പോഴേക്കും അവിടെ നിന്ന് വന്ന അമ്മ എഴുന്നേറ്റ് വന്ന് കയ്യിൽ പിടിച്ചു. ഞങ്ങൾക്ക് മോളെ ഇഷ്ടപ്പെട്ടു. സുധാകരൻ മോളുടെ ഫോട്ടോ കാണിച്ചു തന്നിരുന്നു. അപ്പം തന്നെ ഇഷ്ടമായി ഈ മോളെ. അതിന് ഒരു പുഞ്ചിരി നൽകി. ഇനി ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, സുധാകരേട്ടൻ അഭിപ്രായം. അതിനെന്താ ലച്ചു, ശ്രീകാന്തിനെ കൂട്ടി പരസ്പരം സംസാരിച്ചിട്ട് വാ, അച്ഛൻ പറഞ്ഞു. അതിനൊന്ന് മൂളിയപ്പോഴേക്കും ആളെഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നത് കണ്ടു. ഇത്രയും നേരം അവൾ കഥ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാം. ഞാൻ ശ്രീകാന്ത്, അച്ഛൻ അശോകൻ, അമ്മ യശോദ, ഏട്ടൻ ശ്രീനിഷ്, ഏട്ടത്തിയമ്മ അശ്വതി, പിന്നെ ഞങ്ങളുടെ കുഞ്ഞാറ്റയും കിങ്ങിണിയും ഏട്ടൻ്റെ മക്കളാണ്. അമ്മ കുറേയേറെയായി വിവാഹാലോചന തുടങ്ങിയിട്ട്. ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒരു ദിവസം കൂട്ടുകാരൻ അച്ചുവിൻ്റെ കൂടെ ഹോട്ടലിലാണ് അപ്രതീക്ഷിതമായി ആ കൂട്ടിമുട്ടലുണ്ടായത്. അപ്പോൾ കണ്ടത് പരിഭ്രമിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന ഇവളെയാണ്. പെട്ടെന്നത് കണ്ടപ്പോൾ സോറി പറഞ്ഞു. ഞാനും ശ്രദ്ധിച്ചില്ലായിരുന്നു അവൾ വരുന്നത്. അതും പറഞ്ഞ് പുഞ്ചിരിച്ച് അവളെ മറികടന്നു പോയപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ തിരിഞ്ഞു നോക്കിയതാണ്. അതേസമയം അവളും തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റുകയും ചെയ്തു. പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. മോനെ ശ്രീ. ആ അമ്മ, നീ കുറേ കല്യാണക്കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു. നിന്റെ ഉദ്ദേശം എന്താ? അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു. TV കണ്ട് സോഫയിൽ കിടക്കുകയായിരുന്നു ഞാൻ. എഴുന്നേറ്റിരുന്നു. അമ്മയ്ക്ക് ഒരു മരുമകളുടെ പോരെ? നീ വേറെ ഒരെണ്ണം കൂടി വേണോ? ചിരിയോടെ ചോദിച്ചു. പോടാ, മരുമക്കൾ പോരടിക്കുമെന്ന് വിചാരിച്ച് മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ വരാം, നീ എവിടേക്കും പോവല്ലേ? അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. ഇതൊന്ന് നോക്കിക്കേ ശ്രീ, ഈ കുട്ടി കൊള്ളാം. അമ്മ ഒരു ഫോട്ടോ കയ്യിൽ തന്നു പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായി. ഇന്നലെ ഹോട്ടലിൽ വെച്ച് കണ്ട പെൺകുട്ടി. പേര് ലക്ഷ്മി. നമ്മുടെ ശ്രീകൃഷ്ണപുരത്താണ് വീട്. എന്തായാലും കൊള്ളാം, അമ്മയ്ക്കിഷ്ടമായി. പിന്നെ ബാങ്കിൽ ജോലി റെഡിയായിട്ടെന്നും സുധാകരേട്ടൻ പറഞ്ഞു. ഫോട്ടോയിൽ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് തന്നെ നോക്കി പരിഭ്രമിച്ചു നിൽക്കുന്ന മുഖമാണ്. പിന്നെ ആ തിരിഞ്ഞു നോട്ടവും. നിനക്ക് ഇഷ്ടമായ ശ്രീ? ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു. ഞാൻ ആലോചിക്കട്ടെ. അതും പറഞ്ഞ് ഫോട്ടോ അമ്മയുടെ കയ്യിൽ കൊടുത്ത് മുറിയിലേക്ക് പോയി. പിന്നെ കുറച്ച് ദിവസം അമ്മ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ ടൗണിൽ പലചരക്ക് കട നടത്തുകയാണ്. ബാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് കട. ബൈക്ക് വർക്ക്ഷോപ്പിലായതുകൊണ്ട് ബസ്സിലാണ് വരവും പോക്കും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ബസ്സിൽ വെച്ച് കണ്ടത്. അപ്പോഴും ഞെട്ടി തന്നെ നോക്കുന്നതും തിരിഞ്ഞു നോക്കുന്നതും അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചു, എന്തായാലും ആലോചന വന്നതല്ലേ, എന്നായാലും കെട്ടണം, അതിവള് തന്നെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെയാണ് ബാങ്കിൻ്റെ സമയം കഴിയുന്നതും കാത്ത് തൂണിൽ ചാരി നിന്നതും അവളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചതും. പിന്നെ ബൈക്ക് കിട്ടിയപ്പോൾ പിറ്റേ ദിവസം മുതൽ അതിൽ പോയി. ബാങ്കിൻ്റെ മുന്നിൽ ബസ് നിർത്തിയപ്പോൾ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കി. അവിടെ നിന്നാൽ താൻ നിൽക്കുന്ന സൈഡിലേക്ക് കാണില്ല. ബസ് ഇറങ്ങി കടയിലേക്ക് നോക്കുന്നതും നാലുപാടും തിരിയുന്നതും പിന്നെ നിരാശയോടെ ബാങ്കിലേക്ക് കയറുന്നതും കണ്ടു. ദൈവമേ, ഇവൾ എന്നെയാണോ തിരിയുന്നത്? അറിഞ്ഞിട്ട് തന്നെ കാര്യം. വൈകുന്നേരവും ഒളിച്ചു നിന്നു. അപ്പോഴും തിരിയുന്നതും മുഖത്ത് നിരാശ പടരുന്നതും കണ്ടു. എന്നെയൊക്കെ അറിയുമോ? എന്നെയൊക്കെ ഇഷ്ടമാണോ? ഒന്നും അറിയില്ലല്ലോ. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും, അതായത് പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ തലേന്ന് രാവിലെ വരെ പെണ്ണിനെ ഒളിച്ചു നിന്ന് വീക്ഷിച്ചപ്പോൾ അത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പം തന്നെ വിചാരിച്ചു ഇവൾക്ക് തന്നോട് എന്തോ ഉണ്ടെന്ന്. അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയപ്പോൾ അമ്മയോട് പറഞ്ഞു. അന്ന് ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയെ ഇഷ്ടമായി, പോയി കാണാമെന്ന്. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. അതാണ് ഇവിടെ പെണ്ണ് കാണലിൽ വന്നു നിൽക്കുന്നത്. എന്നെ കണ്ടപ്പോൾ പെണ്ണിൻ്റെ മുഖം ആകെ ഞെട്ടിയിട്ടുണ്ട്. ശ്രീയും ലച്ചുവും സംസാരിക്കാനായി മുറ്റത്തെ പേരച്ചുവട്ടിലേക്ക് പോയി. എൻ്റെ പേരറിയാലോ അല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാം, ശ്രീകാന്ത്. എല്ലാവരും ശ്രീ എന്ന് വിളിക്കും. താൻ വർക്ക് ചെയ്യുന്ന ബാങ്കിനടുത്തുള്ള പലചരക്ക് കട എൻ്റെയാ. അതിനൊക്കെയും മൂളിക്കൊടുത്തു. അമ്മ തൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ ആളെ മനസ്സിലായി. തലേന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടയാളാണെന്ന്. എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടമായി. ഇനി താൻ തന്നെപ്പറ്റി പറയും, ശ്രീ ലച്ചുവിനോടായി പറഞ്ഞു. അത് പിന്നെ തനിക്ക് വിക്കുണ്ടോ? പെട്ടെന്ന് ഞെട്ടി ആ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി. എന്നാൽ നേരെ സംസാരിക്കുക, ശ്രീ പറഞ്ഞു.
എന്നെക്കുറിച്ചെല്ലാം അച്ഛനും സുധാകരനും പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയുള്ളൂ, ലച്ചു പരിഭ്രമത്തോടെ പറഞ്ഞു. ലച്ചുവിന് ശ്രീയെ കണ്ടപ്പോൾ തുടങ്ങിയതാണ് വെപ്രാളവും പരവേശവും. അതും പോരാഞ്ഞിട്ട് അടുത്തു നിന്ന് സംസാരവും. തനിക്ക് എന്നെ ഇഷ്ടമായോ? അതും ചോദിച്ചു മറുപടിക്കായി ശ്രീ ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഇഷ്ടക്കുറവൊന്നുമില്ല, ലച്ചു പുഞ്ചിരിച്ചു പറഞ്ഞു. എന്നാ എല്ലാവരോടും പറയല്ലേ ഇഷ്ടമായെന്ന്. ലച്ചു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതേ പുഞ്ചിരിയോടെ തന്നെ ശ്രീക്കൊപ്പം അകത്തിരിക്കുന്നവർ പുഞ്ചിരിയോടെ കയറി വരുന്ന ഞങ്ങളെ രണ്ടിനെയും കണ്ട് എഴുന്നേറ്റു. രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം പരസ്പരം ഇഷ്ടമായെന്ന്. എന്നാൽ നമുക്കിത് ഉറപ്പിക്കാം അല്ലേ, സുധാകരേട്ടൻ പറഞ്ഞു. അച്ഛൻ മറുപടിക്കായി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോൾ അച്ഛൻ അവരോട് സമ്മതം അറിയിച്ചു. അച്ഛനെ കണ്ടാലറിയാം വന്നവരെ നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന്. എന്നാൽ നമുക്ക് നിശ്ചയം വേണ്ട, നേരിട്ട് ഏറ്റവും അടുത്ത നല്ല മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശ്രീയേട്ടൻ്റെ അച്ഛൻ ചോദിച്ചു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ നല്ലൊരു മുഹൂർത്തം നോക്കി വിളിച്ചറിയിച്ചാൽ മതി, അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു. എന്ന് ഞങ്ങൾ ഇറങ്ങുന്നു, ഞാൻ വിളിക്കാം. ശ്രീയേട്ടൻ്റെ അച്ഛന് കൈ നൽകി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി. ശ്രീയേട്ടൻ്റെ അമ്മ വന്ന് തലയിൽ തടിയോടി പറഞ്ഞു, പോട്ടെ മോളെ, ഇനി കാണാം. അതിന് പുഞ്ചിരിച്ചുകൊണ്ട് മൂളി. അവർ ഇറങ്ങുന്നതിന് പിന്നാലെ ഉമ്മറം വരെ ചെന്നു. ശ്രീയേട്ടൻ കാറിൽ കയറുമ്പോൾ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അത് പുഞ്ചിരിയോടെ നോക്കി നിന്നു. അവർ പോയി അകത്തേക്ക് കയറുമ്പോൾ അമ്മ പറഞ്ഞു, ആ ചേട്ടൻ്റെ പെണ്ണെന്താ എന്നൊന്നും സംസാരിക്കാത്തത്? അത് ഞാനും ശ്രദ്ധിച്ചു. ആ ചേച്ചി എന്താ സംസാരിക്കാഞ്ഞത്? ലയയും പറഞ്ഞു. അവർ അത് പറഞ്ഞപ്പോഴാണ് താനും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അറിയില്ല എന്താണെന്ന്, എന്തെങ്കിലും ഉണ്ടാവും. ആ കുട്ടി ഒരു താല്പര്യമില്ലാതെയാണ് ഇരുന്നിരുന്നത്. അതെന്തേലും ആട്ടെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട. അച്ഛൻ ഇതും പറഞ്ഞ് കയറിപ്പോയി. ഞങ്ങളും പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോയില്ല. ഇതിലും നല്ല ചെറുക്കനെ ലച്ചുവിന് കിട്ടിയില്ലേ സുഭദ്രേ? അപ്പച്ചി ചോദിച്ചു. ശ്രീകാന്തിന് എന്താ കുഴപ്പം? നല്ല പേനല്ലേ? അമ്മ പറഞ്ഞു. ഇരുവരുടെയും സംസാരം കേട്ടിരുന്നു. അല്ല, അതല്ല, പലചരക്ക് കടയല്ലേ. ലച്ചുവിനാണെങ്കിൽ ബാങ്കിലും ജോലിയാണല്ലോ. ഇങ്ങനെയുള്ള ജോലികൾ ആരെങ്കിലും പോരെ? അതൊന്നും വേണ്ട ചേച്ചി, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിയാൽ മതി. ആരുടെ മുന്നിലും തല താഴ്ത്താൻ അയക്കാതെ, ഒന്നിനു വേണ്ടിയും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചാൽ മതി. അതിന് സ്ത്രീക്ക് കഴിയും, അത് മതി. അതും പറഞ്ഞ് നെടുവീർപ്പോടെ അമ്മ അകത്തേക്ക് പോയി. ഞാനും അകത്തേക്ക് പോയി. വേഷം മാറി വന്നപ്പോഴേക്കും അപ്പച്ചിയും അമ്മാനും ഒക്കെ പോയിട്ടുണ്ട്. വിളക്ക് വെക്കാറായായിരുന്നു. ലയയോട് കത്തിക്കാൻ പറഞ്ഞ് അത്താഴത്തിനുള്ളത് ഒരുക്കാൻ പോയി. പിറ്റേന്ന് മുതൽ ബാങ്കിൽ പോയി തുടങ്ങി. ശ്രീയേട്ടനെ കാണും, ഒരു പുഞ്ചിരിയാലോ 1-2 വാക്കിലോ ഞങ്ങളുടെ സംഭാഷണം തീരും. കുറച്ച് ദിവസം കഴിഞ്ഞ് ശ്രീയേട്ടൻ്റെ അച്ഛൻ വിളിച്ച് കല്യാണ ദിവസം പറഞ്ഞു. അടുത്ത മാസം 2-ന്, അതായത് ഇനി കറക്റ്റ് 25 ദിവസം. വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വീട് മോടി പിടിപ്പിക്കാനും മുറ്റം വൃത്തിയാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ശ്രീയേട്ടനുമായി അങ്ങനെ ഫോണിലൂടെയുള്ള പ്രണയ സംഭാഷണങ്ങളൊന്നുമില്ല. ദിവസവും കാണും, എന്തെങ്കിലും സംസാരിക്കും. വിവാഹം ഉറപ്പിച്ചു എന്ന് വിചാരിച്ച് അതിരുകടന്ന സംഭാഷണങ്ങളോ തൊട്ട് തലോടലോ ഇല്ല. ശ്രീയേട്ടൻ്റെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വിശേഷം തിരക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയെ. അപ്പോഴും അശ്വതി ചേച്ചി വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. എന്താണ് കാരണമെന്നറിയില്ല. കുഞ്ഞാറ്റിയും കിങ്ങിണിയും ചെറിയമ്മയെ എന്ന് വിളിച്ച് സംസാരിക്കും. ഇവിടെയും കല്യാണ തിരക്ക് തുടങ്ങി. ഒറ്റ നില വാർക്ക വീടാണ് ഞങ്ങളുടേത്. അത് പെയിന്റ് ചെയ്യാനും പിന്നെ നിലം പണിയും തുടങ്ങി. അമ്മേ, കിങ്ങിണിയും കുഞ്ഞാറ്റിയും എന്തിയേ? ഇന്നലെ കടയിൽ നിന്ന് വന്നപ്പോൾ നേരം ഒരുപാടായി. അപ്പോൾ കുട്ടികളെ കാണാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുട്ടികളെ തിരക്കി ശ്രീ. ഓ, അതൊന്നും പറയണ്ട. നിങ്ങളുടെ അപ്പച്ചി വന്ന് രാവിലെ തന്നെ അവളെ വിളിച്ചുകൊണ്ട് പോയി. ഇവിടെ ഇന്നലെ മുതൽ പണിക്കാർ വന്ന് തുടങ്ങിയതല്ലേ, അപ്പോൾ ജോലി അധികം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അച്ചുവിന് ഒന്നാമതേ നീ ലച്ചുവിനെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമായിട്ടില്ല. പെണ്ണ് കാണാനിനെ ചെന്ന് പിന്നെ ഈ നേരം വരെയും ആ കുട്ടിയോട് മിണ്ടിയിട്ടില്ല. അവർക്ക് അമ്മയ്ക്കും മോക്കും നീ നിന്റെ അമ്മാവൻ്റെ മോളെ കെട്ടാത്തതിൻ്റെ ചുരുക്ക്. എന്തെങ്കിലും ആവട്ടെ, കുടുംബത്തിലെ ഒന്നിനെ തന്നെ സഹിക്കുന്നില്ല, അപ്പോഴാണ് അടുത്തത്. അമ്മ ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ ആങ്ങളമാരുടെ മക്കളെ അമ്മയെ കുറ്റം പറയുന്നത്. അതെനിക്കറിയാടാ, ശ്രീ പറഞ്ഞതിന് അമ്മ മറുപടി നൽകി. ശ്രീനിയേട്ടനെവിടെ? അമ്മ തന്ന ദോശ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു. അവൻ ഓട്ടം പോയി, നീ കഴിച്ചു കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് പോയപ്പോൾ അവിടെ പാമ്പായി അച്ഛൻ കിടക്കുന്നുണ്ട്. ഓ, രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് കയറ്റിട്ടുണ്ട്. ഇതിന് പണം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്തോ.
അച്ഛന് അങ്ങനെ കാശ് കൊടുക്കാറില്ല. അച്ഛനിപ്പോൾ കുറച്ചായി ഇങ്ങനെയാണ്. ഞങ്ങളൊക്കെ വലുതായി ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കുടിക്കാതെ ഇരിക്കുമ്പോൾ അങ്ങേരുടെ പോലെ ഡീസൻ്റ് ആരുമില്ല. അത്രയ്ക്ക് പാവം. ചിരിയോടെ ഓർത്തു. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. ഇനി ഒരു അകത്തേക്ക് കിടന്നില്ല എൻ്റെ ദൈവമേ. അച്ഛനെ നോക്കി അമ്മ പറഞ്ഞു. ഇനി അവിടെ കിടന്നോട്ടെ, കെട്ടിറങ്ങുമ്പോൾ എഴുന്നേറ്റ് പോയിക്കോളും. ഞാൻ അതും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. ചേച്ചി, ചേച്ചി, ഈ പുരാവസ്തു എന്ത് ചെയ്യണം? പെയിന്റ് പണിക്ക് വന്ന ആളുകൾ വിളിച്ചു ചോദിച്ചു. അടുക്കളയിൽ പണിയിലായിരുന്ന അമ്മ പുരാവസ്തുവോ ഇവിടെയോ എന്ന് ചിന്തിച്ച് സാരിത്തലപ്പിൽ കൈതുടച്ച് മുൻവശത്തേക്ക് നടന്നു. പുരാവസ്തുവോ എവിടെ? അമ്മ ചോദിച്ചു. ദേ കിടക്കുന്നു. എന്ത് ചെയ്യണം? അച്ഛനെ ചൂണ്ടി പണിക്കാർ പറഞ്ഞു. അങ്ങേരെ അവിടെ കിടന്നോട്ടെ, കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വെക്കോളും. ചിരിയോടെ അമ്മ പറഞ്ഞു. ശ്രീയേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം പറയാൻ. നിങ്ങൾ പോയിട്ട് എടുത്താൽ മതി എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അതൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ ടൗണിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് കണ്ടപ്പോൾ ശ്രീയേട്ടനും പറഞ്ഞിരുന്നു. ഇപ്പം ആളോട് പരിചയക്കുറവൊന്നുമില്ല. കാണുമ്പോൾ ഉണ്ടായിരുന്ന പരിഭ്രമമോ പരവേശമോ ഇല്ല. അതുകൊണ്ട് മനസ്സിന് സമാധാനമുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോൾ ഒറ്റപ്പെടില്ലല്ലോ. ഇപ്പോൾ ശരത്തേട്ടനെ ഓർക്കാറേയില്ല. മനസ്സ് നിറയെ ശ്രീയേട്ടനാണ്. കല്യാണം കഴിഞ്ഞ് ശരത്തേട്ടനെക്കുറിച്ചും ശ്രീയേട്ടനോട് പറയണം. ഡ്രസ്സ് എടുക്കൽ ദിവസം എത്തി. ഇവിടെ നിന്ന് ഞാനും അമ്മയും അച്ഛനും ഏട്ടനും ഏട്ടത്തിയും അമ്മാവൻ്റെ മകൾ ഗംഗയും അമ്മായിയുമാണ് ഉണ്ടായിരുന്നത്.